ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് യാത്രയാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. എവിടേക്കായിരിക്കും എന്നായിരിക്കും അല്ലേ, നമ്മുടെ ബഹ്റിൻ്റെ ലൈഫ് ഓഫ് ട്രീ കാണാനാണ് ഞങ്ങൾ എല്ലാവരും പോണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടുപോകുന്നത് അച്ചുവാണ് കേട്ടോ. അച്ചുൻ്റെ വണ്ടിയിലാണ് ഞങ്ങളെല്ലാവരും പോണത്. അച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തണലാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ സപ്പോർട്ടാണ്. ഭയങ്കര എന്താ പറയുക, ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വർഷമായി ഇവിടെയെങ്കിലും ലൈഫ് ഓഫ് ട്രീ കാണുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ അങ്ങ് ബാക്കി നിൽക്കുമായിരുന്നു. അത് അച്ചുവാണ് സാധിച്ചു തന്നത്. അപ്പോൾ അച്ചുവിന് വലിയൊരു താങ്ക്സ് പറയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നിഷ ഉണ്ടായിരുന്നു, കവി ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞനുജനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും ബഹ്റൈനിലെ എല്ലാ ബിൽഡിങ്ങുകളും അതുപോലെ മാളുകളും അതുപോലെ തിയേറ്ററും അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പം കണ്ടില്ലേ, ശരിക്കും മരുഭൂമിയാണ്. ഇതൊരു സൈഡ് എണ്ണപ്പാടം തന്നെയാണ്, ഇവിടെ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല, ബിൽഡിംഗ് ഒന്നും ഇല്ല. ഇതിപ്പോൾ എണ്ണ കുഴിച്ചെടുക്കുന്ന ആ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ചുറ്റുവട്ടത്തൊന്നും ചിലപ്പോൾ ഫോണിൽ റേഞ്ച് പോലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു കമൻ്റൊക്കെ വണ്ടിയിൽ നിന്ന് എന്തായാലും വന്നു കേട്ടോ. നമ്മുടെ ആടുജീവിതത്തിലെ പൃഥ്വിരാജ് സാറിനെ പോലെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ട് കഴിഞ്ഞാലേ പിന്നെ തത്ത പുത്ത പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലല്ലാതെ ഒരു നിവൃത്തിയില്ല. ഫോണ് കിട്ടത്തില്ല, കടയില്ല, ആരുമായിട്ടും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ തേരാപ്പാരങ്ങ് നടന്നു പോവും. അപ്പോൾ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ലൈഫ് ഓഫ് ട്രീ കാണാമെന്നുള്ളത്. അത് ഇന്ന് അച്ചുവിനാലെ സാധിച്ചു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര ഒരു ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്, എത്തണ സ്ഥലവും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമുക്ക് എൻ്റെ സ്ഥലത്തുനിന്നും ഒരു ഹാഫ് ആൻ അവറേ പോകാനുള്ളൂ എങ്കിലും ഇത്രയും കാലമായിട്ട് കാണാൻ പറ്റാത്ത ആ ഒരു ഇതൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ പറയാറില്ലേ, എന്താണ്, കുന്നോളം ആഗ്രഹിച്ചാൽ കടുകുമണിയോളം നമുക്ക് കിട്ടുമെന്ന്. അത്ര ഒരു ഹാഫ് ആൻ അവർ യാത്രയേ ഉള്ളൂ, ഒരു വണ്ടി പിടിച്ചാൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് സാധിച്ചു തന്നത്. അപ്പോൾ ഒരുപാട് മലയാളീസാണ് കൂടുതൽ അവിടെ ഉള്ളത് കേട്ടോ. കാണാനൊന്നുമില്ല, ഒരു മരമാണ്, പക്ഷേ ഒരു ട്രീ ആണ്. പക്ഷേ ഇത്രയും വലിയ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും അതിന് കൊടുക്കാതെ അത് വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായിട്ട് വളർന്നിട്ടുള്ള ഒരു മരമാണത്. നെല്ലി മരമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ചെടീനെ അല്ലെങ്കിൽ ഒരു മരത്തിനെ പരിചരിക്കുവാണെങ്കിൽ അതങ്ങ് വളർന്നു പോകുന്നല്ലേ. പക്ഷെ ഈ ഒരു മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ അതിനുള്ള പരിചരണമോ ഒന്നും കിട്ടാതെ ആ ഒരു മരം അങ്ങ് തഴച്ച് വളർന്ന് നശിക്കാതെ അങ്ങനെ നിൽക്കുക കാലാകാലങ്ങളോളം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. അതാണ് എല്ലാവരും നോക്കാൻ വേണ്ടി പോണത്. അതിന് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എല്ലാവരും നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് സാധിച്ചത്. പിന്നെ അതിന് പറയാൻ തക്കത്തെ ഒരു ഇതൊന്നും അതിൽ ഇല്ല. എന്നിരുന്നാലും എല്ലാ ആൾക്കാരും കാണാൻ വരുന്നുണ്ട്. ഈ ബഹ്റൈനിൽ വന്നാൽ കാണാതെ പോകുന്ന ആരും ഉണ്ടാവില്ല. അതുപോലെ അതിൻ്റെ അടുത്ത് പോയാൽ അതിൻ്റെ ഒരു ഇത് ഒക്കെ നമുക്ക് മനസ്സിലാവും. ചെറിയ കുഞ്ഞു കുഞ്ഞ് കുരുവിക്കൂടുകളും ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. കാണാൻ നല്ല, എത്ര നോക്ക്, വലിയ മരുഭൂമിയാണ്. അവിടെയൊന്നും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഇങ്ങനെ പച്ചിച്ച് വളർന്ന് നിൽക്കുകയാണ്. വളർന്നിട്ടത് എന്താ പറയുക, മണ്ണിൻ്റെ ആ ഒരു ലെവലിലൂടെ പോലും അതിൻ്റെ വേരുകളും അതിൻ്റെ ചില്ലകളും ഒക്കെ അങ്ങ് താണ് വളർന്ന് കിടക്കുക. എന്നിട്ട് പോലും അതൊന്നും പറ്റാതെ നല്ല പച്ചിച്ച് വളർന്ന് നിൽക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അതിശയം എന്ന് പറഞ്ഞാൽ. കാണാൻ നല്ല രസമാണ് കേട്ടോ. മുത്തശ്ശൻ മരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങൾ പഴക്കമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി ഇങ്ങനൊരു സ്ഥലം വന്ന് കാണാൻ പറ്റിയതിൽ. കാണാൻ എന്താ അതിലുള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷേ എന്നാലും ഭയങ്കര അതിശയകരമായൊരു കാര്യം തന്നെയാണത്. ബഹ്റൈനിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, കാണാത്തവരാരുമായിട്ട് ഉണ്ടാവില്ല അതെനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. കിളികളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ചില്ലകളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയാണ്. അപ്പോൾ
അച്ചുവിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.